കൂടി ചേരുകയാണ്. ശ്രീ വിജി തമ്പി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബത്തെ ഘർവാപ്പസി നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ രാഷ്ട്രീയം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്നത് നമുക്കറിയാം. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു ഘർവാപ്പസി നടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക നീക്കമാണോ? ഏതെങ്കിലും ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണോ? നമസ്കാരം. ഘർവാപ്പസി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതായത് സ്വധർമ്മത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിൽ രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ. ഹിന്ദുക്കളിൽ നിന്ന് മാറി മറ്റു മതങ്ങളിലേക്ക് പോയവർ. പണ്ട് കാലത്ത് ഈ അധിനിവേശ ശക്തികളെല്ലാം ഭാരതത്തെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദു മതത്തെ നശിപ്പിക്കാനും ഹിന്ദു ബിംബങ്ങളെ നശിപ്പിക്കാനും ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനും അതുപോലെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാനുമാണ്. ആദ്യം മുഗളന്മാർ തുടങ്ങി, പിന്നെ രണ്ടാമത് ബ്രിട്ടീഷുകാർ. കോളനി സംസ്കാരം വന്നപ്പോഴും അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് തന്നെ ഹിന്ദുവിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാനാണ്. കാര്യം, പണ്ട് ഇവിടുന്ന് പോയ ഒരു ആള് അന്ന് ബ്രിട്ടീഷ് അവിടെ ചെന്ന് അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഭാരതത്തെ തകർക്കണമെങ്കിൽ, ഭാരതത്തെ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ പറ്റണമെങ്കിൽ അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ഈശ്വരീയമായ ചിന്തകളിലുമാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ നയത്തിലൂടെ അവർ ശ്രമിച്ചത് പല രീതിയിലും. ഇപ്പോ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ടും പോണ്ടാന്ന്. നമ്മളും അത് തന്നെയാണ് പറയുന്നത്. ഹിന്ദുക്കളും അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് ഹിന്ദുക്കളെ അങ്ങനെ മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഇപ്പോ കേരളത്തിൽ സ്വതവേ കുറവായിരിക്കും, പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ ചാലക്കുടിയിൽ അവിടുത്തെ ഒരു സഭ, അവിടുത്തെ ഡിവൈൻ കേന്ദ്രം ഏകദേശം 52 വീടുകൾ വെച്ച് കൊടുത്ത് പല ആൾക്കാരെയും ഹിന്ദുക്കളെ താമസിപ്പിച്ചിട്ട് അവരെ മതം മാറ്റാൻ ശ്രമിച്ചു. അതിന്റെ വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരു കുടുംബക്കാർ മതം മാറാൻ തയ്യാറായില്ല. അവരെ ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ വിട്ട് ബുദ്ധിമുട്ടിക്കുകയും അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. ഈയിടയ്ക്ക് തന്നെ നമ്മൾ ഒരിക്കൽ കണ്ടു, നമ്മൾ ഹരിദ്വാറിൽ ഒരു പാസ്റ്റർ, അദ്ദേഹം വളരെ പരസ്യമായിട്ട് ഹരിദ്വാറിൽ നിന്ന് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനായത്? ഏതെങ്കിലും ഒരു ഹിന്ദു പ്രസ്ഥാനങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനകൾ ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ട ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അവരെ ഹിന്ദുവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വരുന്നത് ഇപ്പൊ ഘർവാപ്പസി ആയാലും ഇപ്പൊ നമ്മൾ പറയുന്ന പരാവർത്തനം എന്നാണ്. ആ പരാവർത്തനം ചെയ്യാൻ തയ്യാറാകുന്നവർ ആദ്യം നമ്മളെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്ത് അവരുടെ അനുവാദം വാങ്ങിച്ച് ഇവിടെ വന്ന് ആ അനുവാദ പത്രവുമായി വന്നാൽ മാത്രമാണ് ഇവിടെ പരാവർത്തനം നടത്തപ്പെടുന്നത്. ആ പരാവർത്തനം നടത്തപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ രേഖകൾ അടുത്ത തിരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അത് നമുക്ക് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഒരു ഹിന്ദു സംഘടനകളും മറ്റൊരു മതത്തിൽപ്പെട്ടവരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നടത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഒരിക്കലും തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവർ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പോയവരാണ്. എന്താ ഇവർ ഈ പർട്ടിക്കുലർ ആയിട്ട് ചെങ്ങന്നൂരിലെ ഈ ഘർവാപ്പസി നടത്തിയിട്ടുള്ള സംഭവത്തിന്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് അറിയുമോ? അവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് പോയവരെയാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ തിരിച്ചു വന്നു എന്ന് പറയണം. തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ദുഷ്ടലാക്കുണ്ട്. തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല, അവർ തിരിച്ചു വന്നവരാണ്. അവര് ആ കൃത്യമായ റവന്യൂ രേഖകൾ സഹിതം തിരിച്ചു വന്നവരാണ്. അല്ല തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ ആ ഒരു ദുഷ്ടലാക്കുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിലനിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്ന് വരെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രയോഗത്തിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇങ്ങനെ പോയവരെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് ആണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ സ്വമേധയാ പരിഷത്തിന്റെ പ്രധാന ആയാമാണ് ധർമ്മപ്രസാദം.
ധർമ്മപ്രസാദം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിർബന്ധിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വ ഹിന്ദു പരിഷത്തോ ഒരു ഹിന്ദു സംഘടനകളും ഇതുവരെ ശ്രമിച്ചതായിട്ട് ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയുമോ? ഇത് ഞാൻ ഈ ക്രിസ്ത്യൻ സംഘടനകൾ പല ഹിന്ദു മതക്കാരെയും ക്രിസ്ത്യാനിയായി മാറാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പല തെളിവുകളും ഞാൻ തരാം. ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് തരാമോ? ഹിന്ദുക്കൾ പോയിട്ട് ഏതെങ്കിലും മതത്തിലുള്ള ആൾക്കാരെ നിർബന്ധിച്ച് ഹിന്ദു ആക്കാൻ ശ്രമിച്ചു ഒരു തെളിവ് തരും. ഇപ്പോ രണ്ട് നമ്മൾ കന്യാസ്ത്രീകളുടെ ജയിൽവാസം ഇപ്പോൾ 7ാം ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ആ വിഷയം കുറച്ച് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തു വരികയാണല്ലോ. അവർ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ജയിലിൽ കഴിയുന്നത്? അവർ റെയിൽവേ സ്റ്റേഷനിലും പിന്നീട് ഒക്കെ ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്, റെയിൽവേ സ്റ്റേഷനിൽ വിചാരണ നേരിടേണ്ടി വന്നതൊക്കെ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? തെളിവില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? തെളിവില്ലാതെ പോലീസ് കേസ് എടുക്കുമോ? 2 കോടതികളിൽ ആ കേസ് പോയില്ലേ? 2 കോടതികൾ എന്താ? കോടതികൾക്ക് ഈ ലോകത്ത് യാതൊരു മാന്യതയുമില്ലേ? കോടതികളിൽ തെളിവില്ലാത്തതുകൊണ്ടാണോ കോടതികൾ ആദ്യത്തെ കോടതി അവർക്ക് ജാമ്യം നിഷേധിച്ചത്? 2ാമത് കോടതി ആ കേസ് ജാമ്യം നിഷേധിക്കുകയായിരുന്നല്ലോ. അവർക്ക് ഇടപെടാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് കാണിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. 2 കോടതിയും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അവർ ചെയ്ത കുറ്റത്തിന്റെ ആ ഗ്രാവിറ്റി വെച്ചിട്ടാണ് അധികാര പരിധിയിൽ നിന്ന് ആ കോടതി ഒഴിഞ്ഞത്. അധികാര പരിധിയിൽ വരുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടി. ഞാൻ ചോദിച്ചത് പോലീസ് നടത്തിയ വിചാരണയെ കുറിച്ചല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ വിചാരണയെ കുറിച്ചാണ്. തെളിവുണ്ടായാലും ഇല്ലെങ്കിലും അത് വിലയിരുത്തി വിചാരണ നടത്തേണ്ടത് ബജ്രംഗ് ദൾ പ്രവർത്തകരല്ലല്ലോ. ബജ്രംഗ് ദൾ പ്രവർത്തകർ വിചാരണ നടത്തിയത് നിങ്ങൾ താരാ പറഞ്ഞത്? ദൃശ്യങ്ങൾ പുറത്തു വന്നതാണല്ലോ. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അടിച്ച് കരണം പൊട്ടിക്കുമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ വന്നതാണല്ലോ പുറത്ത്. തരാൻ കഴിയുമോ? ദൃശ്യങ്ങൾ പുറത്തു വന്നതാണല്ലോ ശ്രീ വിജി തമ്പി. ആരായാലും ഛത്തീസ്ഗഡിലെ നിയമം എന്താണ്? നിർബന്ധിത മതമാറ്റം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആ ഛത്തീസ്ഗഡിൽ ഇങ്ങനൊരു സംശയം റെയിൽവേ പോലീസിന് തോന്നിയപ്പോ താങ്കൾ എന്താണ് സൂചിപ്പിച്ചത്? നിർബന്ധിത മതപരിവർത്തനം തടഞ്ഞ ഇടമാണ്. നിർബന്ധിതമാണോ അല്ലയോ എന്ന് തെളിയിക്കുക എന്നത് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് വരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അവിടെയാണ് ഒരു സംശയത്തിന്റെ പേരിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വിചാരണ നേരിടേണ്ടി വന്നു. ഈ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി FIR രേഖപ്പെടുത്തുന്ന സാഹചര്യം വന്നു. അതിനുശേഷം ജാമ്യം പോലും ഇല്ലാതെ 7 ദിവസം കിടക്കേണ്ടി വരുന്നത് സംശയത്തിന്റെ പേരിലാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. പെൺകുട്ടിയുടെ മൊഴി പുറത്തു വന്നിട്ടില്ലേ? ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? നിർബന്ധപൂർവ്വം അവരെ കൂട്ടിക്കൊണ്ടുപോയി പകുതി വഴിയിൽ വെച്ച് അവർ പറഞ്ഞു എനിക്ക് എത്ര ദൂരം വരാൻ പറ്റില്ല, തിരിച്ചു പോകണം. അവരെ ഭീഷണിപ്പെടുത്തി. അവർക്ക് അവരാദ്യം പറഞ്ഞ മൊഴി അതല്ലല്ലോ ശ്രീ വിജി തമ്പി. അവരാദ്യം പറഞ്ഞ മൊഴി അതല്ല, പിന്നീട് മൊഴി മാറ്റി എന്ന വിവരങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, താങ്കളോട് ചോദിക്കുന്നത്, അവിടെ നമ്മൾ കണ്ടത് 2 കുട്ടികളുമായി പോകുന്ന കന്യാസ്ത്രീകളെ മാത്രമാണ്. അവർ റെയിൽവേ സ്റ്റേഷനിൽ അവർ പറയുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അവരെ കൊണ്ടുപോകുന്നു, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് നോക്കൂ. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകൾ നോക്കൂ. അവിടെ എന്തൊക്കെ പൂജാവിധികളോടുകൂടിയാണ് തിരിച്ച് ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് നിർബന്ധിതപൂർവമല്ല എന്നത് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അത് എല്ലാ തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യവും ഒരു തെളിവുമില്ലാതെ ജോലിക്കായി 2 പേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് അങ്ങേയറ്റത്തെ അധമ പ്രവർത്തനവും തെറ്റും ആകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലുമില്ല. ആ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ശുദ്ധികലശം നടത്തി അവർക്ക് പേര് മാറ്റി അവരുടെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റി അവർ ആ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് കൃത്യമായ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമാണോ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലില്ലേ പരാവർത്തനം? ക്ഷേത്രങ്ങൾ എന്താ? അത് സർക്കാരിന്റെ കീഴിലുള്ളതല്ലേ ക്ഷേത്രങ്ങൾ? ആ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ പരാവർത്തനം. ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ ക്ഷേത്രങ്ങളിൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താ? വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെ പറയരുത്. നമ്മൾ പറഞ്ഞല്ലോ, വിശ്വ ഹിന്ദു പരിഷത്തോ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ മറ്റേതെങ്കിലും മതസ്ഥിലുള്ള ഏതെങ്കിലും ഒരാളിനെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ വഴിയോ ഭീഷണി വഴിയോ എന്തെങ്കിലും രീതിയിൽ മതം മാറ്റാൻ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് മറ്റേതെങ്കിലും മതത്തിൽപ്പെടുന്നവർ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതിന്റെ തെളിവുകൾ താങ്കളുടെ കയ്യിലുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തരാം. ഞാൻ പറഞ്ഞില്ലേ, ചാലക്കുടിയിലെ ഒരു കുടുംബം പറയുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ തരാൻ നിങ്ങൾക്ക്. അതുപോലെ നമ്മുടെ ഹരിദ്വാറിൽ എന്റെ നമ്പർ താങ്കളുടെ കയ്യിലുണ്ടല്ലോ, അയച്ചോളൂ. ഞാൻ തരാം, എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ അയച്ചു തരാം. അത് ഞാൻ അയച്ചു തരാം, വേണമെങ്കിൽ നോക്കണ്ട. നമ്മുടെ പെന്തക്കോസ്റ്റ് പാസ്റ്റർ അല്ലേ മുൻ DGP TP സെൻകുമാർ സാർ ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. സാറേ, ഹരിദ്വാറിൽ വന്നതേ പെന്തക്കോസ്റ്റ് പാസ്റ്റർ അല്ലേ?
ഏതായാലും വിഭാഗങ്ങൾ എന്തിനാ പറയുന്നത്? വിഭാഗങ്ങളെ കുറിച്ച് എന്തിനാ രാഹുൽ പറയുന്നത്? പെന്തക്കോസ് ക്രിസ്ത്യൻ വിഭാഗം അല്ലേ? ഹിന്ദു ആണോ? ആണെങ്കിൽ പറയാൻ സമ്മതിക്കാം. നമ്മുടെ കത്തോലിക്കോ ഓർത്തഡോക്സോ യാക്കോബൈറ്റോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പെന്തക്കോസ് ക്രിസ്ത്യൻ വിഭാഗമാണോ അല്ലയോ ഞാൻ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോൾ വ്യാപകമായി മറ്റ് ഇടങ്ങളിൽ ഹിന്ദുക്കളെ മതം മാറ്റുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതൊക്കെ സ്വമേധയാ എത്തുന്നവർ തന്നെയാണ്. ആ വാദത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. തിരിച്ച് ഹിന്ദു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലല്ല. കേരളത്തിൽ എന്താ? ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇവിടെ എത്രയോ മതമാറ്റം നടന്നിട്ടുണ്ട്. നിർബന്ധിതമായി നടന്നിട്ടില്ലേ? അതിനുശേഷം മാപ്പിളയുടെ കാലത്ത് നടന്നിട്ടില്ലേ? ആ കാലം തൊട്ടേ ഇവിടെ നടക്കുന്നില്ലേ? ഇപ്പോഴും മലയോര ഗ്രാമങ്ങളിൽ അവർക്ക് മറ്റേ ഗോതമ്പും അരിയും പഞ്ചസാരയും പൈസയും പണവും ജോലിയും എല്ലാം കൊടുത്ത് ഇപ്പോഴും കൺവെർഷൻ നടക്കുന്നില്ലേ? എത്ര സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അത് പറയരുത്. പക്ഷെ അതുപോലെ ഹിന്ദു സംഘടനകൾ ഒരാൾക്കും 10 പൈസ കൊടുത്ത് ആരെയും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ശരി, അതാണ് ന്യായം. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നത്